ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഐഷ ഷിഹാസ് വ്ളോഗ്സ്. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു സാധാരണ ദിവസത്തെ വിശേഷങ്ങളും ബ്രേക്ക്ഫാസ്റ്റ് മെനുവും ഈവനിങ് സ്നാക്ക് റെസിപ്പി എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതിട്ടാ. ഇപ്പോൾ ഞാനൊരു 6:30 ആയപ്പോൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കില്ല. ഇന്നിപ്പോൾ ഇടിയപ്പം ചിക്കൻ സ്റ്റൂ ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇടിയപ്പത്തിന് വേണ്ടിയിട്ട് 1 കപ്പ് അരിപ്പൊടിയിലേക്ക് 1 ടീസ്പൂൺ നെയ്യും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയം ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്. ഇനി ഈ ഒരു ഇടിയപ്പത്തിൻ്റെ മിക്സിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് ചൂടാറാൻ വെക്കണം. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ സ്റ്റൂവിലേക്കുള്ള കാര്യങ്ങൾ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഉള്ളി, ഒരു ചെറിയ ഉരുളക്കിഴങ്ങ്, ഒരു ചെറിയ കഷ്ണം നാരങ്ങ, 3-4 പച്ചമുളക് എടുക്കുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ചിക്കൻ സ്റ്റൂ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ളൊരു ചിക്കൻ സ്റ്റൂ ആണ്. നിങ്ങൾ എന്തായാലും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഉള്ളി എല്ലാം കട്ട് ചെയ്തെടുക്കല. ഈ ഒരു ചിക്കൻ സ്റ്റൂ 3 പേർക്കുള്ള ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നത് കേട്ടോ. ഇനി ഉരുളക്കിഴങ്ങ് ചെറിയ ക്യൂബ്സാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കുക. അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഈ വെളിച്ചെണ്ണ ചൂടാകുന്നതിൻ്റെ മുന്നേ തന്നെ ഇതിലേക്ക് 2 ഗ്രാമ്പു, 2 ഏലക്ക, ഒരു ചെറിയ കഷ്ണം പട്ട ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പച്ചമുളകും ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴണ്ട് വരുന്ന വരെ വഴറ്റിയെടുക്കുക. ഇനി ഇതൊന്ന് വഴണ്ട് വന്നാൽ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ഒരു ചെറിയ നാരങ്ങയുടെ നീരും നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ ചിക്കൻ ഒന്ന് വെള്ള കളറാവുന്ന വരെ കുക്ക് ചെയ്തെടുക്കട്ടെ. ഇനി ഇതിലേക്ക് 2 തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക. ഇനി ചിക്കൻ ഒന്ന് നന്നായിട്ട് വെന്ത് വരുന്നവരെ മൂടി വെച്ച് വേവിക്കട്ടെ. ഈ സമയം കൊണ്ട് ഇടിയപ്പത്തിൻ്റെ മാവെല്ലാം ഒന്ന് ചൂടാറി വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇടിയപ്പം ഒന്ന് ആവിയിൽ വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ചിക്കനെല്ലാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കട്ടിയുള്ള 1 തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കട്ടെ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചെറിയ ഉള്ളിയിൽ താളിച്ചെടുക്കാം. ഞാനിപ്പോൾ ചെയ്യുന്നില്ല കേട്ടോ. ഇപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ ആയപ്പോഴേക്ക് തന്നെ ഇടിയപ്പം റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഇടിയപ്പം ചിക്കൻ സ്റ്റൂ നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിട്ടാ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ പറയാനും മറക്കരുത്. ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ ചായ കുടിക്കല. ഇക്കാക്ക് ഓഫീസെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ എല്ലാം പെട്ടെന്ന് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഉച്ചക്കത്തേക്കുള്ള ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കല. അതിന് വേണ്ടിയിട്ട് ചെമ്മീൻ ഒന്ന് ഐസ് പോകാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഈ ചെമ്മീൻ ഐസ് പോകുന്ന സമയം കൊണ്ട് എനിക്ക് ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. സാധാരണ ഗ്രോസറീസ് വാങ്ങുന്ന ദിവസം ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ചെയ്യും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാം ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും. എല്ലാ ആഴ്ചയും ഗ്രോസറീസ് വാങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ ഇങ്ങനെ ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജ് ഭയങ്കര വൃത്തികേടായ പോലെ തോന്നില്ല കേട്ടോ. ഇപ്പോൾ ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. ഒരു തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം ഒന്ന് കളയുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പച്ചമുളക്, കറിവേപ്പില, മല്ലിയില ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകുമ്പോഴാണ് കേട്ടോ പെട്ടെന്ന് കേടുവരിക. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം 2 സൈഡിലും ടിഷ്യൂ വെച്ചിട്ടാണ് ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കൽ കേട്ടോ. അപ്പോൾ അത് കുറച്ചും കൂടി കൂടുതൽ കാലം ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്.
ഇനിയിപ്പോൾ ഇതാ ഫ്രിഡ്ജെല്ലാം മൊത്തത്തിലൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് താഴെയുള്ള സ്റ്റോറേജ് എല്ലാം ഒന്ന് എടുത്തിട്ട് അതിലുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം കളഞ്ഞിട്ട് ആ സ്റ്റോറേജ് ബോക്സ് ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ ഫ്രിഡ്ജ് ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോഴേക്ക് ചെമ്മീനൊന്ന് ഐസ് വിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് കട്ടാക്കി എടുക്കുന്നുണ്ട്. ഇത് ചെമ്മീൻ കട്ട് ചെയ്യാനുള്ള ഒരു ഈസി ട്രിക്കാണ് കേട്ടോ. ചെമ്മീൻ്റെ നടുവിലൂടെ കത്രിക വെച്ചിട്ട് ഇങ്ങനെ വെട്ടി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ നടുവിലുള്ള ആ നൂല് പോലെയുള്ള ഭാഗം അതിൻ്റെ കൂടെ പോരും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ചെമ്മീനെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ വേസ്റ്റെല്ലാം ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട്. ഇനി ചെമ്മീനൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചെമ്മീൻ കഴുകുമ്പോൾ കുറച്ച് ഉപ്പും വിനിഗറും കൂടി ഒഴിച്ചിട്ടാണ് കഴുകിയെടുക്കുക. അപ്പോൾ അതിൻ്റെ ചീത്ത മണമെല്ലാം ഒന്ന് പോയി കിട്ടട്ടാ. ഇനിയിപ്പോൾ ഇതാ ചെമ്മീൻ കുക്ക് ചെയ്യല. അതിന് വേണ്ടിയിട്ട് ചെറിയുള്ളി, വെളുത്തുള്ളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, വലിയ ജീരകം ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്ത മിക്സ് ഇതിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ഉപ്പേരിക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കല. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ കയ്പ്പയ്ക്കാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. കയ്പ്പയ്ക്കേൻ്റെ ഉള്ളിലുള്ള കുരുവെല്ലാം ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുകയാണ്. ഇനി ഇതിലേക്കുള്ള പച്ചമുളകും വലിയ ഉള്ളിയെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഒരു ചട്ടി ചൂടാക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, കടുക് പൊട്ടിക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച കയ്പ്പയ്ക്കയും ഉള്ളിയും പച്ചമുളകും എല്ലാം ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് അതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴേക്ക് നമ്മുടെ ചെമ്മീനിലെ വെള്ളം എല്ലാം വറ്റി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ചെമ്മീൻ ഒരു മിനിറ്റ് ഫ്രൈ ആയി കഴിഞ്ഞാൽ അതിലേക്ക് നേരിയതായിട്ട് കട്ട് ചെയ്ത് വെച്ച വലിയ ഉള്ളിയും കൂടി ഒന്നിട്ട് എടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ കയ്പ്പക്ക ഉപ്പേരിയിലേക്ക് ഞാൻ കുറച്ച് തൈരും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കഴിഞ്ഞ ശേഷം പിന്നെ മോൾക്കുള്ള ഫുഡ് ഉണ്ടാക്കലും അവളെ എണീപ്പിക്കലും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇത് അവളെ ബ്രഷിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ ആദ്യം തന്നെ കുറച്ച് വെള്ളം കൊടുക്കൂട്ടാ. എഴുന്നേറ്റ ഉടനെ വെള്ളം കുടിക്കുന്നത് നമ്മൾ ഹൈഡ്രേറ്റ് ആക്കാനും ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യാനെല്ലാം ഹെൽപ്പ് ചെയ്യൂട്ടാ. ഇനിയിപ്പോൾ ഇതാ മോളെ കുളിപ്പിക്കലും കാര്യങ്ങളെല്ലാം തീർത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടിപ്പോൾ ബെഡെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കിച്ചണിലെ പണികളും കൂടി ഒന്ന് തീർത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാ ഞാൻ ഈ ഒരു വഴുതന ഫ്രൈയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. വഴുതന കുറച്ച് കട്ടിയിൽ തന്നെ മുറിച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെല്ലാം കൂടി കുറച്ച് വെള്ളത്തിൽ മിക്സ് ആക്കിയിട്ട് അതൊന്ന് മാരിനേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, അപ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ഞാൻ അപ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു വഴുതന ഫ്രൈ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇതിൻ്റെ ഇടയിൽ ഞാൻ ചോറ് വെക്കലും കറി ഉണ്ടാക്കലും എല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതാ കിച്ചണൊന്ന് ക്ലീൻ ആക്കാനും ഗ്യാസ് സ്റ്റോപ്പും കൗണ്ടർ ടോപ്പും എല്ലാം ഒന്ന് തുടച്ചെടുക്കാനും പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാനും ഉണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് പെട്ടെന്ന് തീർത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വീട് മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കല.
ക്ലീനിങ്ങും ഫ്രഷ് ആവലും എല്ലാം കഴിഞ്ഞപ്പോഴേക്ക് ഇക്ക ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിക്കല. ഫുഡ് കഴിക്കലെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു വൈകുന്നേരമാണ് കിച്ചണിലേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ വൈകുന്നേരത്തെ ചായയും സ്നാക്കും എല്ലാം ഉണ്ടാക്കല. ഇന്നിപ്പോൾ ബ്രെഡ് പൊരിച്ചതാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇതിന് ബ്രെഡ് പൊരിച്ചതെന്നാട്ടോ പറയുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 3 മുട്ട, ഒരു ഉള്ളി, ഒരു തക്കാളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, മല്ലിയില, ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ബ്രെഡിൻ്റെ സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇത് കട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഒരു പാൻ ചൂടാക്കുക, അതിലേക്ക് നെയ്യാക്കി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു മുട്ടയുടെ മിക്സിലേക്ക് ബ്രെഡ് മുക്കിയിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ ഫ്രഞ്ച് ടോസ്റ്റിൻ്റെ എല്ലാം ഒരു സ്പൈസി വേർഷൻ എന്ന് വേണമെങ്കിൽ ഇതിന് പറയാം കേട്ടോ. എന്നിട്ട് ഇതാ നമ്മൾ ചായ കുടിക്കലെല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ പുറത്തൊന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു ദിവസത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ. അസ്സലാമു അലൈക്കും.